നമസ്കാരം. നന്മയുടെയും പ്രത്യാശയുടെയും ഉത്സവധന്യതയിൽ ലോകം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. തിരുപ്പിറവിയുടെ വിശുദ്ധ ദിനത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കൗമുദി ടിവിയുടെ ക്രിസ്മസ് ആശംസകൾ. ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വരുന്നുണ്ട് വലിയ കെണികൾ. കറൻസി നിരോധനത്തിൽ വിമർശനം വ്യാപകമാകുമ്പോഴും കൂടുതൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തയ്യാറെടുത്ത് പ്രധാനമന്ത്രി. താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങളല്ല, രാജ്യത്തിനു വേണ്ടിയുള്ള ദീർഘകാല പദ്ധതികളാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മോദി. ഓഹരികളിൽ നിന്നുള്ള വരുമാനത്തിന് അധിക നികുതി നിർദ്ദേശം ഉൾപ്പെടെ സമ്പന്ന വിഭാഗത്തിന് ബഡ്ജറ്റിൽ കൂടുതൽ നികുതി ഭാരമുണ്ടാകുമെന്ന് സൂചന. സാമ്പത്തിക വിപണികളിൽ നിന്ന് ലാഭം കൊയ്യുന്നവർ നികുതി വിഹിതം വർദ്ധിപ്പിച്ച് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി. കള്ളപ്പണത്തിനെതിരെ നവംബർ 8-ന് രാജ്യം തുടക്കം കുറിച്ചത് ഒരു യുദ്ധത്തിനാണ്. 125 കോടി ജനങ്ങൾ ആ ലക്ഷ്യത്തിനായി ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു. ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ധീരമായ ആ പോരാട്ടം അവസാനിക്കുകയില്ലെന്ന് നരേന്ദ്രമോദി. അതേസമയം കറൻസി പ്രതിസന്ധി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനം. സർക്കാരിനെതിരെ പ്രതിപക്ഷ ഐക്യനിര ലക്ഷ്യമിട്ട് 27-ന് ഡൽഹിയിൽ രാഹുലിന്റെ അധ്യക്ഷതയിൽ മഹാസമ്മേളനം ചേരും. ചോദിച്ചു വാങ്ങിയ കുരുക്ക്. മന്ത്രി MM മണിക്കെതിരെ അഞ്ചേരി ബേബി വധക്കേസിലെ കോടതി വിധിയുടെ പിരിമുറുക്കത്തിൽ CPM. വിടുതൽ ഹർജി തള്ളിയ വിധി മേൽക്കോടതികൾ റദ്ദാക്കിയില്ലെങ്കിൽ മണി വിചാരണ നേരിടേണ്ടി വരും. എന്നാൽ വിധിയിൽ പുതുമയില്ലെന്നും അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ലെന്നും കോടിയേരി. ബേബി വധക്കേസിൽ രണ്ടാം പ്രതിയായ MM മണിക്ക് പുറമെ പുതുതായി പട്ടികയിൽ ചേർക്കപ്പെട്ടത് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രനും CITU മുൻ ജില്ലാ സെക്രട്ടറി AK ദാമോദരനും. ഇതോടെ കേസിലെ പ്രതികൾ 7 പേരായി. 2 പേർ ജീവിച്ചിരിപ്പില്ല. അതിനിടെ ബേബി വധക്കേസിലെ പുനരന്വേഷണം തനിക്കെതിരായ കോൺഗ്രസ് ഗൂഢാലോചനയുടെ ഭാഗമെന്ന ആക്ഷേപവുമായി MM മണി. രാജിവെക്കില്ലെന്നും അതിനുള്ള വെള്ളം വാങ്ങിവെച്ചാൽ മതിയെന്നും പ്രതികരണം. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കും. വൈകിയെത്തുന്ന തിരുത്ത്. വിവാദ നടപടികളിൽ വിമർശനം കടുത്തതോടെ പത്തിമടക്കിയതിനു പിന്നാലെ UAPA കേസുകൾ പുനഃപരിശോധിക്കാനും പോലീസ് തീരുമാനം. കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത എല്ലാ കേസുകളും പോലീസ് ആസ്ഥാനത്ത് പുനരവലോകനം ചെയ്യും. കടുത്ത വകുപ്പുകൾ ചുമത്തിയത് ശക്തമായ തെളിവുകൾ ആധാരമാക്കിയോ എന്നും അന്വേഷണം. UAPA ഉൾപ്പെടെ കടുത്ത വകുപ്പുകൾ ചുമത്തുന്നതിന് മുമ്പ് അധിക ജാഗ്രത പുലർത്തണമെന്ന് DGP കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ദിവസം. ബെഹ്റയുടെ വീണ്ടും വിചാരം ഭരണപക്ഷത്തു നിന്ന് തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം രൂക്ഷമായ സാഹചര്യത്തിൽ പെട്ടിയിലായ ക്രിസ്മസ്. സിനിമാ രംഗത്തെ ക്രിസ്മസ് പ്രതിസന്ധിയിൽ 3 ദിവസം കൊണ്ട് 5 കോടിയുടെ നഷ്ടമെന്ന് കണക്ക്. ചലച്ചിത്ര നിർമ്മാണ വിതരണക്കാരും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള തർക്കത്തിൽ മലയാള റിലീസ് ഇല്ലാതെയും തിരക്കൊഴിഞ്ഞും തിയേറ്ററുകളിലെ ക്രിസ്മസ് കാലം. ക്രിസ്മസ് റിലീസിനൊരുങ്ങിയ മോഹൻലാൽ ചിത്രത്തിന് ബുക്ക് ചെയ്തിരുന്നത് 160 തിയേറ്ററുകൾ. വരുമാനം പങ്കുവെക്കുന്നതിലെ തർക്കത്തിനിടെ പെട്ടിയിലായത് 5 മലയാള ചിത്രങ്ങൾ. അധിക വരുമാനത്തിന് പിടിമുറുക്കി കെണിയിലായതിന്റെ സമ്മർദ്ദത്തിൽ തിയേറ്റർ ഉടമകളും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.